ഇന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 24 മുതൽ 27 വരെ വായിച്ചിട്ട് 25-ാമത്തെ വാക്യം ഒന്നുകൂടെ എടുത്തു വായിക്കും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. 25-ാം വാക്യം എടുത്തു വായിക്കുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാക്കിയാൽ വീണില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നടക്കുന്ന 2 പണികളെ മനസ്സിലാകുന്ന ഭാഷയിൽ വെളിപ്പെടുത്തി തന്നിരിക്കുക. 2 പേരുടെ വീട് പണിയെയാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ വീടിൻ്റെ പണി മണലിൻ്റെ പുറത്തുള്ള പണിയായിരുന്നു. സ്തോത്രം. അത് പെട്ടെന്ന് തുടങ്ങി, പെട്ടെന്ന് തീർന്നു, പെട്ടെന്ന് പാലുകാച്ചു നടന്നു. എന്നാൽ സ്തോത്രം, രണ്ടാമതൊരു വീട് പണിയുണ്ട്. അത് പാറയുടെ പുറത്തുള്ള പണിയാണ്. അത് തുടങ്ങിയപ്പോൾ മുതലേ താമസമാണ്. പക്ഷേ അത് പണിത് പൊക്കി, അതും പാലുകാച്ചു നടന്നു. സ്തോത്രം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീടിൻ്റെ മേൽ അലച്ചു. മണ്ണിന്മേൽ അടിസ്ഥാനമിട്ടത് ആ കാറ്റിൽ, ആ അലച്ചിലിൽ താഴെ വീണ് ഇല്ലായ്മപ്പെട്ടുപോയി. പാറമേൽ അടിസ്ഥാനമിട്ടത് എത്ര മഴ പെയ്തിട്ടും എത്ര കാറ്റടിച്ചിട്ടും കാറ്റും മഴയും ഒന്നിച്ചലച്ചിട്ടും ആ വീട് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആത്മീക ജീവിതത്തിൻ്റെ വലിയൊരു പാഠമാണ് ഈ 3 വാക്യത്തിനകത്ത് അടങ്ങിയ ഒരു സന്ദേശം. എനിക്ക് അനുവദിക്കപ്പെട്ട ആ സമയം, ആ വചനം നിങ്ങളിലേക്ക് തുറന്നു വിടാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ നമുക്ക് ഈ കൃപയിലേക്ക് വരാൻ ദൈവം ഭാഗ്യം തന്നു. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, അവർ ഈ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ എപ്പോഴും ഓർക്കണം, സ്തോത്രം, നമ്മുടെ നിലനിൽപ്പ് നാം എപ്പോഴും ശ്രദ്ധിക്കണം. സ്തോത്രം. അതുകൊണ്ട് ആ ബൈബിൾ എഴുതിയ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. കാരണം ആരെങ്കിലും നിൽക്കുന്നെന്നൊക്കെ തോന്നിയാൽ ഓർത്തോണം, വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സ്തോത്രം. അവിടെ വീണതിൻ്റെ ചരിത്രം 3 കാര്യമുണ്ട്. ഒന്നും വായിപ്പിക്കാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, അവർ പരസംഗം ചെയ്തു. രണ്ടാമത്തെ കാര്യം, അവർ കർത്താവിനെ പരീക്ഷിച്ചു. മൂന്നാമത്തെ കാര്യം, അവർ കർത്താവിനോട് പിറുപിറുത്തു. ഈ 3 കാര്യങ്ങളാൽ പഴയ നിയമത്തിൽ ഒത്തിരി പേര് വീണുപോയി. അപ്പം ഒരു മനുഷ്യൻ വീഴാൻ കാരണം ആ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. സ്തോത്രമൊക്കെ പോയ പോക്കുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാരണം, ചില മനുഷ്യർ കണ്ടിട്ടില്ലയോ, വെട്ടിയിട്ട തടി പോലെ താഴെ വീഴുക. ഒരു കാലത്ത് കൃപയിൽ ജ്വലിച്ചവർ ഇന്ന് സ്തോത്രം പറയാൻ പോലും വയ്യാതെ വാ ബന്ധിക്കപ്പെട്ടിരിക്കുക. അവൻ വീണ കാര്യം ആരും അറിഞ്ഞില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. വേറെ ചിലരുടെ കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. അവർ വെട്ടിയിട്ട തടി പോലെ കിടക്കുക. സ്തോത്രം. കിടക്കെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത വീഴ്ച. അതാർക്കു വേണേലും വരാം. ശ്രദ്ധിക്കേണ്ട 3 മേഖല. 1, നമ്മുടെ പ്രവൃത്തി ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ നടന്ന സംഭവത്തെ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നൊരു ഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. 10-ാം അധ്യായത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. 8 മുതലുള്ള വാക്യങ്ങളാണ്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അതിൻ്റെ താഴെ എഴുതി, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. എന്നിട്ട് അടുത്തത് എഴുതി, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരത്താൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്.
അപ്പം നമ്മൾ സ്തോത്രം പരസംഗം ചെയ്യരുത്, കർത്താവിനെ പരീക്ഷിക്കരുത്, കർത്താവിനോട് ഒട്ടും പിറുപിറുക്കരുത്. കാരണം അതെല്ലാം വീഴ്ചയ്ക്ക് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് താഴെ എഴുതി, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയിരിക്കുക.